ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യഹൂദ പാരമ്പര്യത്തിൽ പുറപ്പാടിന്റെ 50-ാം ദിവസം ഇസ്രായേൽ ജനം സീനായ് മലയിൽ എത്തിച്ചേരുകയും പുതിയ ഒരു ജീവിതക്രമം 10 കൽപ്പനകളായി പിതാവായ ദൈവം അവർക്ക് നൽകിയതിന്റെ ഓർമ്മയായിട്ടാണ് അവർ പന്തക്കുസ്ത തിരുനാൾ ആചരിക്കുന്നത്. ഏവർക്കും പന്തക്കുസ്ത തിരുനാൾ മംഗളങ്ങൾ. താങ്ക് യു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ സ്വകാര്യോണത്തിന് ശേഷം സെഹിയോൻ ഊട്ടുശാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കന്യകാമാതാവിന്റെയും ശ്രീയന്മാരുടെയും മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന ദിവസമാണ് പന്തക്കുസ്ത ദിനമായി സഭ ആചരിക്കുന്നത്. ഈസ്റ്റർ ഞായർ കഴിഞ്ഞ് 50-ാം ദിവസം പന്തക്കുസ്ത തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച സ്ലീഹന്മാർ പുതു സൃഷ്ടികളായി മാറി. അവർ വിവിധ ഭാഷകൾ സംസാരിക്കാനും അത്ഭുത പ്രവൃത്തികൾ ചെയ്യാനും തുടങ്ങി. പരിശുദ്ധാത്മാവിന്റെ ഈ വാഗ്ദാനം ലഭിച്ചിരിക്കുന്നത് എല്ലാ ക്രിസ്തീയ വിശ്വാസികൾക്കുമാണ്. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ 7: ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്, ഭക്തി, ദൈവഭയം. തിരുസഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പന്തക്കുസ്ത തിരുനാളിലാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിന്റെ സഭ, ആ സഭ നമ്മൾ തന്നെയാണെന്നുള്ള തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ 12: ഉപവി, ആനന്ദം, സമാധാനം, ക്ഷമ, സകലശക്തി, നന്മ, കനിവ്, സൗമ്യത, വിശ്വാസം, അടക്കം, ആത്മസംയമനം, കന്യാവ്രതം. മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നാം പ്രാവർത്തികമാക്കണം. താങ്ക് യു. പന്തക്കുസ്ത ദിനത്തിൽ നാം പരിശുദ്ധാത്മാവിന്റെ വരവിനെ ആഘോഷിക്കുന്നു. എല്ലാവർക്കും പന്തക്കുസ്ത തിരുനാൾ ആശംസകൾ. എല്ലാവർക്കും പെന്തക്കുസ്ത തിരുനാളിന്റെ ആശംസകൾ.